ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെൻസ് ടെക് ബ്ലോഗിൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് PSC 2018 എൻഡിലും 2019 സ്റ്റാർട്ടിലുമായിട്ട് നടത്തിയ ചില പരീക്ഷകളിലെ GK ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, PSC ബുള്ളറ്റിൽ തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുള്ളതാണ് ഈ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ്. ഇന്ന് മുതലപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ. ഓക്കെ, ഞാൻ ഓപ്ഷൻസ് വായിക്കുന്നില്ല, ജസ്റ്റ് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ മാത്രം വായിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് കവർ ചെയ്ത് പോകാം. ഓക്കെ, ആൻഡ് ആ ഒരു ഇയറിലുണ്ടായിരുന്ന കറണ്ട് അഫെയേഴ്സിലുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ വായിക്കുന്നില്ല, GK ബേസിലുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമ്മൾ കവർ ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫസ്റ്റ് ഡിജിറ്റൽ സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ഈസ് കേരള. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഓട്ടോബയോഗ്രഫി ആത്മകഥ വാസ് റിട്ടൺ ബൈ. The autobiography Atmakatha was written by ഓപ്ഷൻ ബി അന്നാ ചാണ്ടി. അന്നാ ചാണ്ടിയുടെ ആത്മകഥയാണ് ആത്മകഥ എന്നുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യാസ് ഫസ്റ്റ് ഇൻഡിജീനിയസ് റോട്ട വൈറസ് വാക്സിൻ. ഇന്ത്യയുടെ ഫസ്റ്റ് ഇൻഡിജീനിയസ് ആയിട്ടുള്ള റോട്ട വൈറസ് വാക്സിൻ ഏതാണ്? ആൻസർ ഈസ് ഓപ്ഷൻ എ റോട്ടാവാക്. റോട്ടാവാക് ആണ് ഇന്ത്യയുടെ ഫസ്റ്റ് ഇൻഡിജീനിയസ് റോട്ട വൈറസ് വാക്സിൻ. അടുത്ത ക്വസ്റ്റ്യൻ, നാഷണൽ ലോ ഡേ ഈസ് ഓൺ. നാഷണൽ ലോ ഡേ എന്നാണ്. നാഷണൽ ലോ ഡേ ഈസ് ഓൺ നവംബർ 26. നവംബർ 26 ആണ് നാഷണൽ ലോ ഡേ. സ്കർവി ഒക്കേഴ്സ് ഡ്യൂ ടു ദ ഡെഫിഷ്യൻസി ഓഫ്. സ്കർവി ഒക്കേഴ്സ് ഡ്യൂ ടു ദ ഡെഫിഷ്യൻസി ഓഫ് ഓപ്ഷൻ സി വിറ്റാമിൻ സി. നമുക്കറിയാം സ്കർവി സി എന്നാലോചിച്ചാൽ മതി. കോൺസ്റ്റിറ്റ്യൂഷൻ ഹെഡ് ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്. കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യൻ സ്റ്റേറ്റ്സിൻ്റെ ഹെഡ് ആരാണ്? ഗവർണർ. ഓപ്ഷൻ ഡി ഗവർണർ. അടുത്ത ക്വസ്റ്റ്യൻ, ദ നായർ സർവീസ് സൊസൈറ്റി വാസ് ഫൗണ്ടഡ് ഇൻ ദ ഇയർ. നായർ സർവീസ് സൊസൈറ്റി എന്നാണ് ഫൗണ്ട് ചെയ്തത്? നായർ സർവീസ് സൊസൈറ്റി വാസ് ഫൗണ്ടഡ് ഇൻ ദ ഇയർ ഓപ്ഷൻ എ 1914. നായർ സർവീസ് സൊസൈറ്റി സ്ഥാപിച്ചത് 1914. അടുത്ത ക്വസ്റ്റ്യൻ, ദ ട്രാവലർ റിട്ടൺ ബൈ അയ്യാഗുരു. അയ്യാഗുരു എഴുതിയ യാത്രാവിവരണം എന്താണ്? ആൻസർ ഓപ്ഷൻ ബി എൻ്റെ കാശിയാത്ര. എൻ്റെ കാശിയാത്ര എഴുതിയത് അയ്യാഗുരു ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ആറ്റിങ്കൽ റിവോൾട്ട് വാസ് ഇൻ ദ ഇയർ. ആറ്റിങ്കൽ റിവോൾട്ട് നടന്ന വർഷം ഏതാണ്? ഓപ്ഷൻ ഡി 1921. നെക്സ്റ്റ് വൺ, വിച്ച് കൺട്രി വിൽ ഹോസ്റ്റ് 9th ബ്രിക്സ് സമ്മിറ്റ്. 9th ബ്രിക്സ് സമ്മിറ്റ് ഹോസ്റ്റ് ചെയ്ത കൺട്രി ഏതാണ്? ദ ആൻസർ ഈസ് ഓപ്ഷൻ ഡി ചൈന. ഓപ്ഷൻ ഡി ചൈന. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫസ്റ്റ് മുനിസിപ്പാലിറ്റി ഇൻ ഇന്ത്യ ടു ബിക്കം a fully Wi-Fi zone. First municipality in India to become a fully Wi-Fi zone is option C മലപ്പുറം. മലപ്പുറമാണ് ഇന്ത്യയിൽ ഫസ്റ്റ് ആയിട്ട് ഫുള്ളി വൈഫൈ സോൺ ആയിട്ടുള്ള മുനിസിപ്പാലിറ്റി. അറിയാം, ദ നിമു ബാസ്കോ പവർ പ്രൊജക്റ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ. നിമു ബാസ്കോ പവർ പ്രൊജക്റ്റ് ഈസ് ഇൻ. ആൻസർ ഈസ് ബി ജമ്മു ആൻഡ് കാശ്മീർ. ജമ്മു ആൻഡ് കാശ്മീരിലാണ് നിബു ബാർഗോ പവർ പ്രൊജക്റ്റ് ഉള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ദ സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വാസ് ഡിസൈൻഡ് ബൈ ഡാഷ് ആസ് എ സിസ്റ്റം ഓഫ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഫോർ യുണിക്സ്. ദ സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വാസ് ഡിസൈൻഡ് ബൈ ഡാഷ് ആസ് എ സിസ്റ്റം ഓഫ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഫോർ യുണിക്സ്. ആൻസർ ഈസ് ഓപ്ഷൻ എ ഡെന്നീസ് റിച്ചി. ഡെന്നീസ് റിച്ചിയാണ് സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഡിസൈൻ ചെയ്തത്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൂ ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് കേരള റിനൈസൻസ്. ഫാദർ ഓഫ് കേരള റിനൈസൻസ് എന്നറിയപ്പെടുന്നത് ആരാണ്? ആൻസർ ഈസ് ശ്രീനാരായണ ഗുരു. തുൾബുൾ പ്രൊജക്റ്റ്. തുൾബുൾ പ്രൊജക്റ്റ് ഏത് റിവറിലാണ്? തുൾബുൾ പ്രൊജക്റ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ദ റിവർ ഏതിലാണ്? ജലം. ജലം നദിയിലാണ് തുൾബുൾ പ്രൊജക്റ്റ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ദ നോബൽ പ്രൈസ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ ഇയർ. ദ നോബൽ പ്രൈസ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ ഇയർ ഓപ്ഷൻ ബി 1895 നോബൽ പ്രൈസ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. നോബൽ പ്രൈസ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ ഇയർ 1895. ഓപ്ഷൻ ബി. ദ ഓൾഡസ്റ്റ് സ്റ്റോക്ക് ബാങ്ക് ഇൻ ഇന്ത്യ. ദ ഓൾഡസ്റ്റ് സ്റ്റോക്ക് ബാങ്ക് ഇൻ ഇന്ത്യ. ആൻസർ ഈസ് അലഹബാദ് ബാങ്ക്. ഓൾഡസ്റ്റ് സ്റ്റോക്ക് ബാങ്ക് ഏതാണ്? അലഹബാദ് ബാങ്ക്. അടുത്ത ക്വസ്റ്റ്യൻ, ദ സ്റ്റഡി ഓഫ് ഫോസിൽസ്. സ്റ്റഡി ഓഫ് ഫോസിൽസിനെ എന്താണ് വിളിക്കുന്നത്?
പാലിയൻറ്റോളജി. പാലിയൻറ്റോളജി എന്നാണ് സ്റ്റഡി ഓഫ് ഫോസിൽസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, എ ദിത്യ മിഷൻ റെഫേഴ്സ് ടു. ദിത്യ മിഷൻ എന്തിനെ റെഫർ ചെയ്യുന്നതാണ്? ഇന്ത്യാസ് സോളാർ എക്സ്പ്ലോറേഷൻ പ്രോഗ്രാം. ഇന്ത്യയുടെ സോളാർ എക്സ്പ്ലോറേഷൻ പ്രോഗ്രാമാണ് ദിത്യ മിഷൻ എന്ന് അറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൂ ഫൗണ്ടഡ് ദ ഓർഗനൈസേഷൻ സാധുജന പരിപാലന സംഘം. സാധുജന പരിപാലന സംഘം ആര് ഫൗണ്ട് ചെയ്തതാണ്? അയ്യങ്കാളി അല്ലേ? ഓക്കെ. Nafta Jangri Dam. The Nafta Jangri Dam is built across in dash in ഹിമാചൽ പ്രദേശ്. ഹിമാചൽ പ്രദേശിലെ ഏത് റിവറിന് അക്രോസ് ആയിട്ടാണ് നഫ്ത ജാംഗ്രി എന്ന റിവർ ബിൽഡ് ചെയ്തിട്ടുള്ളത്? ആൻസർ ഈസ് ഓപ്ഷൻ ബി, സത്ലജ് റിവർ. സത്ലജ് റിവറിന് അക്രോസ് ആയിട്ടാണ് നഫ്ത ജാംഗ്രി ഡാം ബിൽഡ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ റയർ സ്പീഷീസ് ഓഫ് പ്ലാന്റ് വിത്ത് എ ഫോക്ക് ലീഫ് ഫൗണ്ട് ഔട്ട് ഫ്രം ദ നീലഗിരി ഹിൽസ് ഇൻ 2017? ഏതായിരുന്നു അത്? ദ ആൻസർ ഈസ് ഓപ്ഷൻ ഡി, കോബ്ര ലില്ലി. കോബ്ര ലില്ലി ആണ് ഒരു റയർ സ്പീഷീസ് പ്ലാന്റ് ആയിട്ട് 2017 നീലഗിരിയിൽ നിന്ന് ഫൗണ്ട് ചെയ്തത്. The Government of India enacted the Environment Protection Act of Dash under the Article 253 of the Constitution. Environment Protection Act എന്നാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എനാക്ട് ചെയ്തത്? എന്നായിരുന്നു? ഓപ്ഷൻ ബി, 1986. 1986 ഇന്ത്യ എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്ട് എനാക്ട് ചെയ്തത് അക്കോർഡിംഗ് ടു ദ ആർട്ടിക്കിൾ 253 of the Constitution. Article 253 of the Constitution. Okay. Next, who is the owner of newspaper Swadeshabhimani? എല്ലാവർക്കും അറിയാം, വക്കം അബ്ദുൽ ഖാദർ മൗലവി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ക്യാൻ ഓൺലി ബി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ലോകസഭ. ലോകസഭയിൽ മാത്രം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ബില്ല് ഏതാണ്? നമ്മൾ പറഞ്ഞതാണ്, മണി ബിൽ. അടുത്ത ക്വസ്റ്റ്യൻ, which part of Ukraine broke away and became a part of Russia? ആൻസർ എന്താണ്? ആൻസർ ഈസ് ക്രീമിയ. ക്രീമിയ ആണെന്ന് യുക്രൈൻ ബ്രോക്ക് അവേ ചെയ്തിട്ട് റഷ്യയുടെ പാർട്ടായിട്ടുള്ള രാജ്യം. അടുത്ത ക്വസ്റ്റ്യൻ, യോഗക്ഷേമ സഭ സ്റ്റാർട്ടഡ് ദറ്റ് ദ ഇനീഷ്യേറ്റീവ് ഓഫ്. യോഗക്ഷേമ സഭയ്ക്ക് ഇനീഷ്യേറ്റീവ് കൊടുത്തത് ആരാണ്? ഓപ്ഷൻ ഡി, വി ടി ഭട്ടതിരിപ്പാട്. ദെൻ The volunteer captain of ഗുരുവായൂർ സത്യാഗ്രഹ. The volunteer captain of ഗുരുവായൂർ സത്യാഗ്രഹ ആരായിരുന്നു? ഓപ്ഷൻ സി, എ കെ ഗോപാലൻ. The leader of കരിവള്ളൂർ സ്ട്രഗിൾ. ലീഡർ ഓഫ് കരിവള്ളൂർ സ്ട്രഗിൾ ആരാണ്? കെ ദേവയാനി. കെ ദേവയാനിയാണ് ലീഡർ ഓഫ് കരിവള്ളൂർ സ്ട്രഗിൾ. അടുത്ത ക്വസ്റ്റ്യൻ, who has been elected as the Mother of the Year in 1975 on the inauguration of International Women's Year. International Women's Year-നെ ആയിട്ട് 1975 തിരഞ്ഞെടുത്ത വ്യക്തി ആരാണ്? അമ്മു സ്വാമിനാഥൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ റോട്ട് ദ പാട്രിയോട്ടിക് സോങ് സാരേ ജഹാംസെ അച്ച. സാരേ ജഹാംസെ അച്ച എഴുതിയത് ആരാണ്? മുഹമ്മദ് ഇക്ബാൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കല്ലുമാല അജിറ്റേഷൻ അസോസിയേറ്റഡ് വിത്ത്. കല്ലുമാല അജിറ്റേഷൻ ഈസ് ഇൻ അസോസിയേറ്റഡ് വിത്ത് ഡ്രസ് കോഡ്. നമുക്കറിയാവുന്നതാണ്. ഡാഷ് ഈസ് കോൾഡ് യൂണിവേഴ്സൽ ഫൈബർ. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് എന്താണ്? കോട്ടൺ. ഹൂ റോട്ട് കരുണ. കരുണ എഴുതിയത് ആരാ? അത് ഫെമിലിയർ ക്വസ്റ്റ്യൻ ആണ്. ആരാണ്? കുമാരൻ ആശാൻ. അടുത്ത ക്വസ്റ്റ്യൻ, വൈ ഐ ആം എൻ atheist is an autobiography of. Why I am an atheist is an autobiography of Bhagat Singh. Bhagat Singhന്റെ ഓട്ടോബയോഗ്രഫിയാണ് വൈ ഐ ആം എൻ അത്തീസ്റ്റ്. ഹൂ കമ്പോസ്ഡ് നവമഞ്ജരി ഇൻ ഡെഡിക്കേഷൻ ടു ഓഫ് ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമികൾക്ക് ഡെഡിക്കേഷനായിട്ട് നവമഞ്ജരി കമ്പോസ് ചെയ്തത് ആരാണ്? ശ്രീനാരായണ ഗുരു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് എമംഗ് ദ ഫോളോയിങ് ഫ്രീഡം ഫൈറ്റേഴ്സ് മെറ്റ് വിത്ത് എ ട്രാജിക് ഡെത്ത് ഇൻ കണക്ഷൻ വിത്ത് പാലിയം സത്യാഗ്രഹ. പാലിയം സത്യാഗ്രഹത്തോടനുബന്ധിച്ചിട്ട് ഒരു ട്രാജിക് ഡെത്ത് മെറ്റ് ചെയ്ത ആരാണ്? ഫ്രീഡം ഫൈറ്റർ ആരാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ ഈസ്
A.G. Velayudhan. Answer is A.G. Velayudhan. Next question. Second International Spices Conference was held at. Second International Spices Conference എവിടെയാണ് നടന്നത്? എവിടെയായിരുന്നു? കോവളം. ഹു ഈസ് നോൺ ആസ് കേരള വ്യാസ. കേരള വ്യാസ എന്നറിയപ്പെടുന്നത് ആരാണ്? കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. Next question. The ever big cyber attack in the history which affected almost 150 countries of the world is WannaCry. അതങ്ങനെ തന്നെ ആലോചിച്ച് വെച്ചാൽ മതി. എല്ലാവരെയും കരയിപ്പിച്ച, വേൾഡിലെ എല്ലാവരെയും കരയിപ്പിച്ച സൈബർ അറ്റാക്ക് ആയിരുന്നു WannaCry. Then in 1856 Basel Mission started at the first English medium school in Malabar at. In 1856 Basel Mission started the first English medium school in Malabar at. എവിടെയായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്? തലശ്ശേരിയിലായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹു ഇനാഗുറേറ്റഡ് ദ ഡോക്ടർ APJ അബ്ദുൽ കലാം മെമ്മോറിയൽ ഇൻ രാമേശ്വരം. രാമേശ്വരത്ത് ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ മെമ്മോറിയൽ ഇനാഗുറേറ്റ് ചെയ്തത് ആരാണ്? ആൻസർ ഈസ് ഓപ്ഷൻ ബി, നരേന്ദ്രമോദി. നരേന്ദ്രമോദിയാണ് APJ അബ്ദുൽ കലാമിൻ്റെ മെമ്മോറിയൽ ഇനാഗുറേറ്റ് ചെയ്തത്. ഇപ്പം നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് കവർ ചെയ്തത്. 2019 സിവിൽ എക്സൈസ് പോലീസ് ഓഫീസറുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ കവർ ചെയ്തത്. ഓക്കെ, നമുക്കങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഓരോ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വീതം 2019, 2020 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കംപ്ലീറ്റ് നമുക്കങ്ങനെ കവർ ചെയ്ത് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കവർ ചെയ്യാം. സോ എല്ലാവരും ഫോളോ ചെയ്യൂ. സ്റ്റഡി വെൽ ആൻഡ് ഹോപ്പ് ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ ഫോർ യു ഓൾ. എല്ലാവർക്കും യൂസ്ഫുൾ ആണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.